ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് അങ്ങ് തിരുസന്നിധിയിലേക്ക് കർത്താവെ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കർത്താവെ, ഇന്ന് ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഒരു അനുഗ്രഹത്തിന്റെ ദിവസമായി മാറട്ടെ. കർത്താവെ, അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ. കർത്താവെ, ഒരു സമാധാനത്തിന്റെ ദിവസമായി മാറട്ടെ. കർത്താവ്, വലിയൊരു വിടുതലിന്റെ, വലിയൊരു സന്തോഷത്തിന്റെ കർത്താവ് ദിവസമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന സകല പ്രവൃത്തികളിലും കർത്താവെ അവിടുന്ന് ഉയർത്തി മാനിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഹല്ലേലൂയ, യേശയ്യ 60:19. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവെട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. ഹല്ലേലൂയ. ഇനി പകൽ സൂര്യനുമല്ല, രാത്രി നിലാവുമല്ല, ദൈവത്തിന്റെ തേജസ്സിലാണ് ഹല്ലേലൂയ നമ്മളെ നടത്തുന്നത്. ആ നിത്യപ്രകാശവും ആ ദൈവത്തിന്റെ ആ ദിവ്യ തേജസ്സിലാ ഹല്ലേലൂയ നമ്മൾ നടക്കുന്നത്. നമുക്കറിയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയുമായിരുന്നപ്പോൾ ഹല്ലേലൂയ അവർ ദൈവത്തോടൊരു കൂട്ടായ്മ ഉണ്ടാവുകയും അവരിൽ ദൈവത്തിന്റെ തേജസ്സും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ ആ തേജസ് അവർക്ക് നഷ്ടപ്പെട്ടത് ദൈവം പറഞ്ഞ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞത് കേൾക്കാതെ അനുസരിക്കാതെ പിശാചിന്റെ ഭോഷ്ക് കേട്ട് അവർ അനുസരിച്ചപ്പോൾ ഹല്ലേലൂയ പിശാചിന്റെ പ്രവർത്തികൾ അവരിൽ കയറാൻ തുടങ്ങി. ഹല്ലേലൂയ. അവരിലുള്ള ദൈവ തേജസ് അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ അവർ നഗ്നരാണെന്ന് മനസ്സിലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ തേജസ് ഉള്ളപ്പോൾ അവർക്കത് മനസ്സിലായിരുന്നില്ല. ദൈവ തേജസ് അവരിൽ നിന്ന് പോയപ്പോൾ അവർ നഗ്നരാണെന്ന് മനസ്സിലായി. അത്തിയില കൊണ്ട് അരയാട ഉണ്ടാക്കി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അവരിൽ ഭയമുണ്ടായി. ഹല്ലേലൂയ. അവർ മരത്തിന്റെ പിന്നിൽ ഒളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവർക്കൊരു കുറ്റബോധമുണ്ടായി. ഹല്ലേലൂയ. പിശാചിന്റെ പ്രവർത്തികൾ കേൾക്കുമ്പോൾ പിശാചിന്റെ പ്രവർത്തികൾ അവനിൽ കാണിക്കാൻ തുടങ്ങി. ആദ്യം പിശാച് കൊണ്ടുവരുന്നത് ഭയമാ. ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അവർക്ക് ഭയമുണ്ടായി. അവർ ഒരു മറവിലേക്ക് പോയി. മറയ്ക്കുക, ഒളിക്കുക, ഹല്ലേലൂയ, കുറ്റബോധം ഉണ്ടാവുക, ഇതെല്ലാം പിശാചിന്റെ പ്രവൃത്തിയുടെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ തേജസ് ഹല്ലേലൂയ നമ്മളിൽ നഷ്ടപ്പെടാതെ ഹല്ലേലൂയ സൂര്യനെയും ചന്ദ്രനെയും അപ്പുറം വെല്ലുന്ന ആ ഹല്ലേലൂയ ആ നിത്യപ്രകാശവും ആ ദൈവത്തിന്റെ ആ നിത്യ തേജസ്സും ഇന്ന് നമ്മിൽ തന്നിരിക്കുക. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവത്തിന്റെ തേജസ് ഹല്ലേലൂയ വിളങ്ങേണ്ടതിന് ഇന്ന് മനുഷ്യരുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുക. ആ അത്യന്ത ശക്തി ഇന്ന് നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. അത്യന്ത ശക്തി നമ്മളിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ പല പ്രശ്നങ്ങളിൽ വരുമ്പോഴും നമ്മൾ അതിനെ മറികടക്കാൻ കാരണം ആ അത്യന്ത ശക്തി നമ്മിൽ ഇരിക്കുന്നതുകൊണ്ടാ. ഹല്ലേലൂയ. കാരാഗ്രഹ പ്രമാണി ഇതുകൊണ്ടാണ് ചോദിച്ചത്. ഹല്ലേലൂയ. ഇരുട്ടറയിൽ കിടന്ന പൗലോസിനെയും ശീലാസിനെയും കണ്ടുകൊണ്ട് ഹല്ലേലൂയ ഈ കാരാഗ്രഹ പ്രമാണി വെളിച്ചം ചോദിച്ച് ഹല്ലേലൂയ വിറയിലൂടെ അകത്തേക്ക് ചാടി പൗലോസിന്റെയും ശീലാസിന്റെയും കാൽക്കൽ വീണു. ഹല്ലേലൂയ. ആ ദൈവ മക്കളുടെ ഉള്ളിലുള്ള പ്രകാശം കാണേണ്ടവർ കണ്ടു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമ്മുടെ ഉള്ളിലും ആ ദൈവത്തിന്റെ തേജസ് ഹല്ലേലൂയ ദൈവം തന്നിട്ടുണ്ട്. ആ നിത്യപ്രകാശം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ജീവന്റെ പ്രകാശം ഇന്ന് നമ്മിൽ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഓ ആ ദൈവ തേജസ് നഷ്ടപ്പെടാതെ, ആ നിത്യപ്രകാശം നഷ്ടപ്പെടാതെ ദൈവം പറയുന്നത് കേട്ട് അനുസരിച്ച് നടക്കുന്ന മക്കളായി മാറുവാൻ ഹല്ലേലൂയ ലംഘനം ഒന്നും ചെയ്യാതെ, അകൃത്യങ്ങൾ ചെയ്യാതെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വിശുദ്ധമായ ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും ഇടയാകട്ടെ. കർത്താവെ, ആ ദൈവത്തിന്റെ തേജസ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതെ ഹല്ലേലൂയ കാത്തു സൂക്ഷിക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, പല പ്രതിസന്ധികളും പല പ്രതികൂലങ്ങളും പല വെല്ലുവിളികളും വരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തെ തള്ളിപ്പറയാതെ ആ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടാതെ ഹല്ലേലൂയ കാത്തു സൂക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനത്താൽ ഓരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.